യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ പെരുന്നാളാണ് പറപ്പൂക്കര. അപ്പോൾ നമ്മൾ ഇന്നും നാളെയാണ് പെരുന്നാൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഞാൻ, അമ്മ, അപ്പാപ്പനമ്മ, മൂത്തച്ഛൻ്റെ ഭാര്യയും 3 പിള്ളേരും, പിന്നെ താഴെച്ചൻ, വൈഫ്, പിന്നെ 2 പിള്ളേർ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു 12-13 പേരായിട്ട് ഞങ്ങൾ മൂന്നാറിൽ ട്രിപ്പ് പോവാണ്. സൺഡേ മോർണിംഗ് പോകും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് പാക്ക് ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ള സമയമുണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ച് പയ്യെ ചെയ്താൽ മതി. നമുക്ക് വേഗം ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് പോവാം. ഞാൻ എൻ്റെ ഹാൻഡ് ക്യാരി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഡ്രസ്സും ഉണ്ട്, അമ്മയുടെ ഡ്രസ്സും ഉണ്ട്. എൻ്റെ വെച്ച് വരുമ്പോഴത്തേനും സ്ഥലമുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും അപ്പോൾ നമുക്ക് വേഗം വേണ്ട പയ്യെ കാര്യങ്ങൾ ചെയ്യാം. വേഗം സാധനങ്ങൾ വയ്ക്കാം. 2 മണിക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ പാക്കിങ് ചെയ്യാൻ. നിങ്ങൾ പോയി സ്വിച്ച് ഓണൊക്കെ ഒന്ന് കണ്ടിട്ട് പോയി. ഇന്ന് സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര വലിയ വരുന്നതാണ്. അപ്പോൾ ഇന്ന് സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ ഇന്ന് സ്വിച്ച് ഓണും കുർബാനയൊക്കെ ഉണ്ട്. പിന്നെ ഏതോ റീൽസിലുള്ള ഏതൊരു 2 ആൾക്കാരെ വരണേന്നൊക്കെ പറയുന്നത് സ്വിച്ച് ഓണിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. കുർബാനയുണ്ട്. വേണ്ട കുർബാന കഴിഞ്ഞു. ഞങ്ങൾ സ്വിച്ച് ഓൺ കാണാൻ പോവാണ്. അവിടെ അച്ഛനൊക്കെ അവിടെ ഉണ്ടാവണം. വിശിഷ്ട അതിഥികൾ പേടിയുണ്ടോ? മനസ്സിന് എന്താണ് പറയാനുള്ളത് ഈ അസുലഭ നിമിഷത്തിൽ? നമ്മൾ വീണ്ടും അമ്മയുടെ വീട്ടിലെത്തി. ഇപ്പോൾ ഒട്ടും സമയമില്ല. നമുക്ക് വേഗം റെഡി ആയിട്ട് വേണം പോവാനായിട്ട്. അവിടെ 5 മണിക്കോ 5:30 എങ്ങാണ്ടാണ് തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഏറെക്കുറെ സമയം അത്യാവശ്യത്തിനായിട്ടുണ്ട്. നമുക്ക് വേഗം റെഡി ആയിട്ട് നമുക്ക് പോകാൻ നോക്കാം. അഭ്യുന്നയ പിതാവ് നമ്മുടെ പ്രിയമുള്ള പിതാവാണ്. നമ്മൾ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്നു. ഇനി കുളിച്ചു ഫ്രഷായി. ഇനി നമുക്ക് അമ്പ് കയറുന്നത് 12 മണിക്കാണ്, രാത്രി 12 മണിക്ക്. അപ്പോൾ ഇനി ആ സമയത്തേ പോവുള്ളൂ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും ആ സമയമാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പാപ്പനോ നമുക്ക് പാർക്ക് ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മളെ വണ്ടി ദൂരത്ത് കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു. പടക്കം ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് കുറേ അങ്ങോട്ട് നടന്നു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയി വന്നു, കിടന്നുറങ്ങി. പിന്നെ നമുക്കൊന്നും എടുക്കാനും ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് 16. നാളെ നമ്മൾ പോവാട്, ലൈക്ക് മൂന്നാർ പോവാം.
അപ്പോൾ ഉറക്കം വന്നിട്ട് എൻ്റെ തലയുടെ ഐസൊക്കെ ഇട്ട് എണീപ്പിച്ചതാണ് കിടക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പ്രദക്ഷിണം 4 മണിക്കിടെ കുർബാനയുടെ പ്രദക്ഷിണം, അത് കഴിഞ്ഞ് പ്രദക്ഷിണം വരെ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ആക്ച്വലി പെരുന്നാൾ ഇങ്ങനെ ഇല്ല, പടക്കംപൊട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ശോകമായി പോയി. പക്ഷേ അല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇഡലിയും ചമ്മന്തിയും സംഭവങ്ങളൊക്കെ കഴിക്കട്ടെ. ഇപ്പോൾ ഞാനും ഷെയ്നും ഷായലും ഷാമിലും കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് സ്നാക്സും സാധനങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാം. അമ്മ എൻ്റെ വീട്ടിൽ പോയിക്കാം, അപ്പോൾ അമ്മേനെ കൂടെ കൊണ്ടുവരണം. നമ്മൾ പുതുക്കാട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ വേറെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പള്ളിക്ക് പോവാണ്. ഇപ്പോൾ പ്രദക്ഷിണം കുറച്ച് സമയത്തിനുള്ളിൽ കയറും. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. ഇപ്പോൾ എന്തോ പടക്കം പൊട്ടിക്കണ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ പടക്കവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പണ്ടത്തെ അത്ര വലിയ വൈബൊന്നും പെരുന്നാളില്ല, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വേഗം പോയി റെഡിയാവാം. നമ്മൾ റെഡിയായി നമ്മൾ ഇപ്പോൾ പള്ളിയിലേക്ക് പോവാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രദക്ഷിണം വരും. നമ്മളവിടുത്തെ പ്രദർശനം കേരളം പരിപാടികൾ എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ വീട്ടിൽ പോവാം. അപ്പം നമ്മൾ കാണില്ല. നിങ്ങളാരെങ്കിലും ഐസ്ക്രീം കടിച്ച് തിന്നാം. അപ്പം നമ്മുടെ പള്ളിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിലെത്തി. ഇനി നാളെ നമ്മൾ മൂന്നാർ പോവാണ്, നമ്മളെല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.